പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ യുവതിക്ക് വീണ്ടും ഭർത്താവിന്റെ മർദ്ദനം. കറിയിൽ ഉപ്പില്ലെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. പന്തീരാങ്കാവ് കേസ് അതിങ്ങനെ ട്വിസ്റ്റോടെ ട്വിസ്റ്റാണ്. സിനിമയിൽ പോലും ഇത്രയും വലിയ ട്വിസ്റ്റുകളില്ല. അത് അന്ന് തീർന്നു, അന്ന് വീട്ടുകാർ പറഞ്ഞ് പെൺകുട്ടി പറഞ്ഞതാണ് എന്നൊക്കെ രീതിയിൽ അന്ന് നിന്ന പാർട്ട് 1 പന്തീരാങ്കാവ് കേസിൻ്റെ പാർട്ട് 2 വന്നിരിക്കുകയാണ്. രണ്ടാമത്തെ ഭാഗം വളരെ ട്വിസ്റ്റോടുകൂടിയാണ് രണ്ടാമത്തെ ഭാഗം ഇറങ്ങിയിരിക്കുന്നത്. അന്ന് പെൺകുട്ടി എൻ്റെ രാഹുലേട്ടൻ പാവമാണ്, അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് വീട്ടുകാരും മൊത്തം എല്ലാവരും മുൾമുനയിൽ നിർത്തി കേരളം മൊത്തം പറഞ്ഞപ്പോൾ വീട്ടുകാർ പറഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നുള്ള രീതിയിൽ പോയ കഥ ഇപ്പം കംപ്ലീറ്റ് മാറുകയാണ്. പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ യുവതിക്ക് വീണ്ടും ഭർത്താവിന്റെ മർദ്ദനം. കറിയിൽ ഉപ്പില്ലെന്നാരോപിച്ചായിരുന്നു മർദ്ദനം. യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. പരാതിയില്ല എന്ന് ആശുപത്രിയിൽ വെച്ച് പോലീസിന് എഴുതി നൽകിയെങ്കിലും അമ്മയും അച്ഛനും എത്തിയ ശേഷം പന്തീരാങ്കാവ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. ഭർത്താവ് രാഹുലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ പെൺകുട്ടി നേരത്തെ 2-3 മാസങ്ങൾക്ക് മുമ്പ് ഈ പ്രശ്നങ്ങൾ നടന്നിട്ട് അവർ ഒന്നു ചേരുന്ന സമയത്ത് ഇട്ടൊരു വീഡിയോ അതൊന്ന് കാണാം. ഒരു മനസ്സിലൊരു കുറ്റബോധമുണ്ട്. ഇപ്പോൾ സത്യം എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ ഒരുപക്ഷെ ആ ഒരു കുറ്റബോധം പേറി ഞാൻ എൻ്റെ ജീവിതത്തിനെ ജീവിച്ചു തീർക്കേണ്ടി വരും. സോ എന്തായാലും എനിക്കത് പറഞ്ഞേ പറ്റും. കുറച്ച് നാളുകളായിട്ട് പോലീസിൻ്റെ മുന്നിലാണെങ്കിലും മീഡിയാസിൻ്റെ മുന്നിലാണെങ്കിലും എനിക്ക് കുറേ അധികം നുണകൾ പറയേണ്ടി വന്നു. ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഞാനിന്ന്. എന്നെ അത്രയും ഇഷ്ടപ്പെട്ട, എന്നെ അത്രയും സ്നേഹിച്ച, എന്നെ അത്രയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത എൻ്റെ ഹസ്ബൻഡ് രാഹുലേട്ടനെ കുറിച്ച് ഞാൻ അത്രയും മോശം വന്നിട്ട് മീഡിയാസിന് മുന്നിൽ വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അത്രയും റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ പോലും അത് ഞാൻ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് എൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായത്. എന്താണ് ഇതിനൊക്കെ പറയേണ്ടത്? അവർക്കേ അറിയത്തുള്ളൂ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്, അവർ തമ്മിലുള്ള പ്രശ്നം എന്താണ്, എന്തുകൊണ്ടാണ് അവർ തമ്മിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തത്. കുട്ടി അന്ന് അങ്ങനെ പറഞ്ഞു, കുട്ടി ഇപ്പോൾ ഇങ്ങനെ പറയുന്നു. അവസാനം ആര് പറഞ്ഞാലും, ആ കുട്ടി പറഞ്ഞാലും ബാക്കി ആര് പറഞ്ഞാലും പ്രശ്നം ആ കുട്ടിക്ക് തന്നെയാണ് ഉണ്ടായിരുന്നത്. സ്വഭാവമുള്ള ഒരു പരാതി നേരത്തെ പോലീസിന് ലഭിക്കുകയും അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ ഈ പുതിയ പരാതിയും പോലീസിന് വലിയ തോതിൽ കുഴയ്ക്കുന്ന ഒന്നായി മാറുകയാണോ? തീർച്ചയായും വലിയ വിവാദമുണ്ടായ ഒരു കേസാണ് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ്. ഈ കേസുമായി ബന്ധപ്പെട്ട വിപുലമായ അന്വേഷണം നടക്കുന്നതിനിടെയാണ് പെൺകുട്ടി നാടകീയമായി പരാതിയിൽ നിന്നും പിൻവാങ്ങുകയും പ്രതി രാഹുലിന് ഭർത്താവിന് അനുകൂലമായി പോലീസിന് മൊഴി നൽകുകയും ചെയ്തു. പിന്നീട് ഹൈക്കോടതിയിൽ ഈ കേസ് റദ്ദാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി അപേക്ഷ നൽകി. ഇതിനുശേഷം കൗൺസിലിംഗ് ഒക്കെ നടത്തിയ ശേഷം കോടതി ഈ കേസ് റദ്ദാക്കുകയായിരുന്നു. തുടർന്ന് ഭർത്താവുമൊത്ത് പന്തീരാങ്കാവിന്റെ വീട്ടിൽ കഴിഞ്ഞു വരികയായിരുന്നു യുവതി. ഇതിനിടയിലാണ് ഇന്നലെ രാത്രി യുവതി മർദ്ദനമേറ്റതിൽ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അന്ന് വീട്ടുകാരോട് ഈ കാര്യം വിവരം അറിയിക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് പോലീസ് വീട്ടുകാരെ വിവരം അറിയിച്ചു. അതിനുശേഷം ഇന്ന് രാവിലെയാണ് ഈ യുവതിയുടെ കുടുംബാംഗങ്ങൾ അച്ഛനും അമ്മയും കൊച്ചിയിൽ നിന്നും എത്തിയത്. പിന്നീട് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ യുവതി എത്തുകയും പരാതി രേഖാമൂലം തന്നെ പിന്നീട് എഴുതി നൽകുകയുമായിരുന്നു. കറിയിൽ ഉപ്പും മുളകുമില്ല, അല്ലെങ്കിൽ ഉപ്പും പുളിയുമില്ല എന്ന് ആരോപിച്ചായിരുന്നു മർദ്ദനമെന്ന് ഈ യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒപ്പം അവന്റെ പറയുന്നില്ല ഇതിനൊക്കെ എന്തും പറയണ്ടേ, ഉപ്പും മുളകുമില്ല പോലും. മുളകുടൊപ്പം ഒരു ഉപ്പുകാറും തട്ടിയിട്ട് കൊടുത്തിട്ട് അവിടെ ചോദിക്കണം, എടാ കഴിയടാ എന്ന് പറഞ്ഞുകൊണ്ട് കഴിയിപ്പിക്കണമായിരുന്നു. ഇങ്ങനെയൊക്കെ ഉള്ളവന്മാരെ അങ്ങനെ ചെയ്യേണ്ടത്. എന്ത് ക്രൂരനാണ് അവൻ വീണ്ടും മർദ്ദിച്ചേക്കുന്നത്. ഒന്ന് മർദ്ദിച്ച് അതിൻ്റെ എക്സ്ട്രീം പോയിട്ടാണ് അന്ന് പ്രശ്നം ഉണ്ടായത്. അവൻ എന്നിട്ടും അടങ്ങിയില്ല. വീണ്ടും സെക്കൻഡ് പാർട്ട് കൊണ്ട് അവൻ വന്നേക്കുക. പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അബദ്ധം എന്ന് പറയാം. അത് വീണ്ടും പറ്റുമ്പോൾ അബദ്ധമല്ല, അതൊരു തെറ്റാണ്. അപ്പോൾ ഇനിയെങ്കിലും കുട്ടി മനസ്സിലാക്കുക എന്താണ് സംഭവിച്ചത്. ഇനി ഇതിങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്ത് ചെയ്യണം? മൊത്ത് ജീവിതത്തിനിടെ കഴിഞ്ഞ ആഴ്ച അമ്മയെ ഫോൺ വിളിച്ചതിലും രൂക്ഷമായ രീതിയിലുള്ള മോശം പെരുമാറ്റം ഭർത്താവിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. തന്റെ കഴുത്തിനും മുഖത്തുമൊക്കെ മർദ്ദിക്കുകയും ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന വഴി ആംബുലൻസിൽ വെച്ച് മർദ്ദിക്കുകയും ചെയ്തു. വലിയ രീതിയിൽ മദ്യത്തിന്റെ ലഹരിയിലായിരുന്നു ഈ സമയത്ത് ഭർത്താവെന്നും യുവതി പറയുന്നുണ്ട്. എന്തായാലും ഇന്നലെ രാത്രി തന്നെ മദ്യപിച്ച് പൊതുസ്ഥലത്ത് ബഹളമുണ്ടാക്കിയതിന് ഈ രാഹുൽ എന്ന യുവതിയുടെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ കസ്റ്റഡിയിൽ ഇരിക്കെയാണ് ഇപ്പോൾ യുവതി രേഖാമൂലം പരാതി നൽകുകയും ഈ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട മൊഴി നൽകുകയും ചെയ്തിരിക്കുന്നത്.
മാതാപിതാക്കളോട് മിണ്ടാൻ പാടില്ല, അവരുമായിട്ട് ഒരു കോണ്ടാക്റ്റും പാടില്ല. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ, എന്തും ചെയ്യാം. വിളിച്ചപ്പോൾ അവനൊട്ടും പറ്റിയില്ല, എടുത്തിട്ട് മർദ്ദിക്കുന്നു. ആ പെൺകുട്ടി എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കണം മാതാപിതാക്കളെ പിണക്കി നിർത്തി ആ പെൺകുട്ടി വീണ്ടും വീട്ടിലോട്ട് വിളിക്കണമെങ്കിൽ അവൾക്ക് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായി കാണണം. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പിന്നെ ചൂടുവെള്ളം കണ്ടു കഴിഞ്ഞാൽ പേടിക്കും. ഒരിക്കൽ അവനെ മനസ്സിലാക്കിയ പെൺകുട്ടി വീണ്ടും അവനെ വീട്ടുകാരെ മുട്ടം വിട്ടുകൊണ്ട് പോയെങ്കിൽ ഇതിൽ ക്യാൻവാസ് ചെയ്ത് കേസ് ആ ഒരു ലെവലിലേക്ക് പോയപ്പോൾ ബ്രെയിൻ വാഷ് ചെയ്ത് അവളെയും കൊണ്ട് ഓരോന്ന് ചെയ്യിച്ചിട്ട് വീണ്ടും ഈ ഒരു സിറ്റുവേഷൻ ആ പെൺകുട്ടി വന്ന് നിൽക്കുകയാണ്. പെൺകുട്ടിക്ക് അവളുടെ വീട്ടിലോട്ട് വിളിച്ച് പറയാൻ പോലും പറ്റാത്ത രീതിയിൽ അന്ന് ആ പെൺകുട്ടിയുടെ വീട്ടുകാരെ അവൾ മാറ്റി നിർത്തി. എന്നിട്ട് ഇവൻ്റെ കൂടെ, ഈ മാങ്ങാത്തൊലിയൻ്റെ കൂടെ വീണ്ടും അവൾ പോയി. എന്തോ പറയാനാ, ഒരു പ്രാവശ്യം പറ്റിയിട്ടും അവൾ മനസ്സിലായില്ല, വീണ്ടും പോയി. അവളിപ്പോൾ ഈ പ്രാവശ്യം വീട്ടിൽ വിളിച്ച് പറയാൻ പറ്റുന്നില്ല. പ്രഹരമേൽപ്പെട്ട് ഹോസ്പിറ്റലിലാവുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ടാണ് മാതാപിതാക്കൾ ചെല്ലുന്നത്. ആംബുലൻസിൽ പോയപ്പം ഉപദ്രവിച്ചെങ്കിൽ ഒരു മനുഷ്യൻ ഒട്ടും വയ്യാതെ കിടക്കുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്കും പോയി ഉപദ്രവിക്കാൻ ഒരുത്തിന് മനസ്സുണ്ടെങ്കിൽ അവൻ്റെ മനസ്സ് എത്രത്തോളം ക്രൂരതയുള്ളതെന്ന് അറിയണം. പെൺകുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അദ്ദേഹത്തോട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. മാസത്തിന് മുമ്പാണ് ഹൈക്കോടതിയുടെ വിധിയുണ്ടായത്. അവർ ഒരുമിച്ച് ജീവിക്കാനായിട്ട് തയ്യാറാണ് എന്ന് പറഞ്ഞപ്പോൾ കോടതി അംഗീകരിക്കുകയും FIR റദ്ദ് ചെയ്യുകയും ചെയ്തു. അപ്പം ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഇനിയെങ്കിലും നന്നായിട്ട് ജീവിക്കണമെങ്കിൽ ജീവിച്ചോട്ടെ എന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ വേറെ അടുത്ത സ്റ്റെപ്പിലേക്ക് ഒന്നും പോയില്ല. അവരുടെ പാടായി അവർ ജീവിച്ചോട്ടെ, നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് എന്നുള്ള രീതിയിൽ ഞാൻ മറ്റു രീതിയിലേക്കൊന്നും പോയില്ല. പക്ഷെ ഇന്നലെയാണ് വീണ്ടും ഇവിടെ നിന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുകയാണ്, ഇങ്ങനെ നിങ്ങളുടെ മകള് അവിടെ പരിക്ക് പറ്റിയ ആശുപത്രിയിലാണ്, പെട്ടെന്ന് എത്താൻ. അങ്ങനെയാണ് ഞാൻ മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി ഒരു 2 മണിക്ക് മുമ്പായിട്ട് ചെല്ലുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പരിക്കൊക്കെ പറ്റി ഈ കുട്ടി കിടക്കുകയാണ്. മറ്റൊരു ചികിത്സയും നടത്തിയിട്ടില്ല ഇവർ. ഞങ്ങൾ ചെന്നതിന് ശേഷമാണ് അവളുടെ CT സ്കാൻ എടുത്തതും എക്സ്റേ എടുത്തതും ഇതെല്ലാം ചെയ്തത്. ഇപ്പോൾ ഒരു 8:30 മണി, രാവിലെ 8:30 മണിക്ക് ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു. അതിനുശേഷം പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് വന്നിട്ട് ഞങ്ങൾ പരാതി കൊടുത്തിരിക്കുകയാണ്. ഈ ആളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആംബുലൻസിൽ കിടത്തി ഇങ്ങനെ ബെൽറ്റ് ഇട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണല്ലോ. അത്തരം ഒരാളെ ആംബുലൻസിൽ വെച്ച് പോലും മർദ്ദിക്കുക എന്ന് പറഞ്ഞാൽ ശവത്തിന്മേൽ കുത്തുന്നത് പോലെയല്ലേ ഇത്? ആരെങ്കിലും ചെയ്യുന്ന പണിയാണ്. അപ്പൊ ഇനി ഞാൻ എന്റെ മകളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയാണ്. അവൾ ഒരിക്കൽ പോലും ഇവന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല. അവൾ തയ്യാറുമില്ല. പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ അതുമായിട്ട് ഉറച്ചു മുന്നോട്ട് പോവുക. അങ്ങനെ അത്രത്തോളം ക്രൂര മനസ്സിനുടമയാണ് ആ പയ്യനെങ്കിൽ നിയമപരമായി മുന്നോട്ട് പോവുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അവസാനം കുട്ടി കേസ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മുഴുവൻ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ്. ഇളയച്ചൻ നിർബന്ധിച്ചു, ഇങ്ങനെയൊക്കെ അഭിനയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെയൊക്കെ അവർ പറഞ്ഞതുപോലെ അഭിനയിക്കുകയായിരുന്നു. തനിക്ക് ഈ രാഹുലിനെതിരെ ഒരു പരാതികളും ഉണ്ടായിരുന്നില്ല എന്നാണ് ആ കുട്ടി പറഞ്ഞിരുന്നത്. അപ്പോ അന്ന് യഥാർത്ഥത്തിൽ എന്താണ് ആ കുട്ടി അങ്ങനെ പറയാൻ കാരണം? അതിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. ഒരു ജൂലൈ 3-ാം തീയതി എന്റെ മകളെ ഞാൻ ജോലിക്ക് തിരുവനന്തപുരത്താണ് ജോലി ചെയ്യുന്നത്. ജോലിക്ക് ആയിട്ട് എറണാകുളം സൗത്തിൽ ട്രെയിനിൽ ആക്കി വിട്ടിട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത്. പിന്നീട് ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ്, ഒരാഴ്ച കൂടുമ്പോഴാണ് മകൾ എന്റെ വീട്ടിൽ വരുന്നത്. അപ്പൊ ആ ആഴ്ചയിൽ വരില്ല എന്ന് പറഞ്ഞു. ശനി ഞായർ അവധിയാണ് അവർക്ക്. വരില്ല എന്ന് പറഞ്ഞു. വരില്ല എന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ചു. അപ്പൊ ശനി ഞായർ ഫോൺ ചെയ്തപ്പോ ഇവള് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെ തിങ്കളാഴ്ച ഇവരുടെ ഓഫീസിലേക്ക് ഞാൻ വിളിക്കുമ്പോഴാണ് പറയുന്നത്, അവിടുത്തെ മാനേജർ പറഞ്ഞു ജൂലൈ 21-ാം തീയതി വരെ ലീവാണ്, ലീവ് കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് എന്ന്. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ കുടുംബക്കാർ ഒരുമിച്ച് ഇങ്ങനെ ടൂർ പോകാനായിട്ടാണ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു മകൾ ഇവിടെ വന്നിട്ടില്ല, ഞങ്ങൾ ടൂറും പോയിട്ടില്ല. അപ്പോഴാണ് മകൾ മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കിയത്. അങ്ങനെ ഒരു തട്ടിക്കൊണ്ടുപോയി ഇവളെ കർശനമായിട്ട് പ്രേരിപ്പിച്ച് അവളെ എന്താണ് ക്രൂരമായിട്ട് പല വാക്കുകൾ ഉപയോഗിച്ച് അച്ഛനെ അമ്മനെയൊക്കെ എന്തെങ്കിലും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് പറയിപ്പിച്ചാണ്. അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരിക്കൽ ഭാര്യയും ഭർത്താവുമായിരുന്ന 2 പേര് പിരിഞ്ഞിരുന്ന സമയത്ത് വീണ്ടും ഒരു ഇമോഷണൽ കണക്റ്റ് അതൊക്കെ ഉണ്ടായി. അവർ വീണ്ടും ഒന്ന് ട്രാക്കിലോട്ട് വന്നു, അങ്ങനെ പോയി എന്നുള്ളത് ശരിയാണ്. അല്ലാതെ വീണ്ടും പീഡിപ്പിച്ചു അല്ലെങ്കിൽ പ്രേരിപ്പിച്ചു അങ്ങനെയൊക്കെ പോയതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പെൺകുട്ടി അവനെന്തെങ്കിലുമൊക്കെ പഞ്ചാര വാക്കുകൾ പറഞ്ഞ് പെൺകുട്ടിയെ വീണ്ടും ഒരു ട്രാക്കിലെത്തി. അങ്ങനെ മാതാപിതാക്കളെയും ബന്ധുക്കളെയും ഒക്കെ വിട്ടിട്ട് ആ പെൺകുട്ടി പോവുകയായിരുന്നു ഉണ്ടായത്.
അല്ലാതെ ഇല്ല എൻ്റെ മോളെ പീഡിപ്പിച്ച് അല്ലെങ്കിൽ വീണ്ടും പ്രേരിപ്പിച്ച് നിർബന്ധിച്ച് ചെയ്തു എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല. പഞ്ചസാര വാക്കുകൾ പറഞ്ഞ് ഒരു ട്രാക്കിലെത്തിച്ച് ആ കേസ് പിൻവലിപ്പിച്ചിട്ട് വീണ്ടും ആ ശത്രുത അല്ലെങ്കിൽ അന്നുണ്ടായ ഒരു റിവഞ്ച് എടുക്കുകയാണോ എന്നുള്ള കാര്യം അത് എനിക്ക് നല്ല സംശയമുണ്ട്. അന്ന് എൻ്റെ മോളെ രാഹുലേട്ടൻ പാവമാണ്. രാഹുലേട്ടൻ്റെ കൂടെ പോകാൻ വേണ്ടി വീട്ടുകാരെയും ബന്ധുക്കളെയും ഒക്കെ ഉപേക്ഷിച്ച് അവർ പറഞ്ഞു തന്ന കഥയാണെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് ആലോചിച്ച് നോക്ക്. മകൾ ഇനിയും കൂടുതൽ സഹിക്കാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അത് മാതാപിതാക്കൾ ഇനിയും ശ്രദ്ധിക്കുക. മകൾ വാശി പിടിച്ചാലും ഇനിയൊരു ചാൻസിന് മകൾ വിട്ടുകൊടുക്കാതിരിക്കുക. അതിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണുമ്പോൾ ഗുഡ് ബൈ.